മിക്ക ദിവസം ഇത് പാസ് ചെയ്തിട്ടാണ് ട്ടോ നമ്മള് വീട്ടിലേക്ക് പോവല്. അപ്പൊ ഇങ്ങനെ അതിൽ കൂടെ ഒന്ന് കണ്ണോടിച്ചു നോക്കും. കേറാനുള്ള ഒരു ആഗ്രഹമൊക്കെ ഉണ്ടേനു. പക്ഷെ ഞാൻ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടായില്ല. അപ്പൊ ഇന്ന് അതിലെ പാസ് ചെയ്യുന്ന സമയത്ത് ഇക്കാരണം നമുക്ക് ഇവിടെ ഒന്ന് കേറിയാലോ എന്ന്. പിന്നെ ഒന്നും ആലോചിച്ചില്ല, വണ്ടി വേഗം ഒരു സ്ഥലത്ത് സൈഡാക്കിയിട്ട് ഓടി കയറി. അങ്ങനെ അവിടെ പോയി നോക്കിയപ്പോ കുറെ പേസ്ട്രീസും കേക്കുകളും നല്ല മാക്രോൺസും ഒക്കെ ഉണ്ട്. ഒരു സീറ്റിൽ പോയിരുന്ന് സെറ്റ് ആയപ്പോഴേക്കും അവരെ നമുക്ക് വെൽക്കം ഡ്രിങ്ക് കൊണ്ടുപോയി തന്നു കേട്ടോ. അങ്ങനെ അത് കുടിച്ച് അവിടെ ഒരു ബർത്ത്ഡേ പാർട്ടി നടന്നുകൊണ്ടിരിക്കണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ നോക്കി കണ്ടിരുന്നപ്പം പ്ലേറ്റും കട്ട്ലറീസും ഒക്കെ കൊണ്ടുപോയി തന്നു. കാണാനൊരു പ്രത്യേക ലുക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഫസ്റ്റ് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മെക്സിക്കൻ സാലഡ് ആണ് കേട്ടോ. നല്ല ഫാവ ബീൻസ് ഒക്കെ ആയിട്ടാണ്, ഫാവ ബീൻസ് തന്നെയാണെന്ന് തോന്നുന്നുണ്ട് വന്നിട്ടുള്ളത്. പക്ഷെ എന്തുകൊണ്ടോ എനിക്ക് അത് അങ്ങോട്ട് അത്ര അങ്ങോട്ട് സെറ്റ് ആയില്ല. കുഴപ്പമില്ലായിരുന്നു, കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ രണ്ടാമതായിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് മീറ്റ് സ്കീമ പാസ്ത ആയിരുന്നു കേട്ടോ. അത് അടിപൊളിയായിരുന്നു, ഒരു ഒന്നൊന്നര ഐറ്റം ആയിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നത് ബീഫ് ടിക്ക വിത്ത് റൈസ് ആണ് കേട്ടോ. അതും ഒരു സ്പെഷ്യൽ ആയിട്ടായിരുന്നു. ഞാൻ ഫസ്റ്റ് ടൈം ആണ് ട്രൈ ചെയ്യണ ഇങ്ങനത്തെ ഒരു ഐറ്റം. ആ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു. പിന്നെ റൈസ് പറയുകയാണെങ്കിൽ കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ളതായിരുന്നു, കോണൊക്കെ ഉണ്ടായിരുന്നു അതില്. പിന്നെ ഇത് ഇവരെന്താ ഉദ്ദേശിച്ചത് എനിക്ക് മനസ്സിലായില്ല, പക്ഷെ എന്തോ ഒന്ന് ഉദ്ദേശിച്ചിട്ടുണ്ട്. എന്തായാലും അതുപോട്ടെ, നമുക്ക് നമ്മുടെ ലോട്ടസ് ബിസ്കോഫ് ചീസ് കേക്കിലേക്ക് വരാം. ഇതിനെ കുറിച്ച് പ്രത്യേകിച്ചൊന്നും പറയാനില്ല, എന്നാ ഒരുപാട് പറയാനുണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റം ആണ് ഇത്. അതുകൊണ്ട് തന്നെ ഇത് കഴിക്കാൻ തുടങ്ങിയ ഇതിന്റെ അന്ത്യം കണ്ടിട്ടേ ഞാൻ നിർത്താറുള്ളൂ. പിന്നെ കുറെ ആൾക്കാരൊക്കെ എന്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഈ ഫുഡൊക്കെ ഒറ്റയ്ക്കാണോ കഴിക്കണേന്ന്. എന്റെ കൂടെ നല്ലൊരു മല്ലനുണ്ണി ഉണ്ട്, അത് മറ്റാരുമല്ല എന്റെ ഹസ്ബൻഡ് തന്നെയാണ്. ഞാനും ഇക്കാൻ കൂടെ വിചാരിച്ചാൽ തീരാവുന്ന അത്ര ഫുഡേ നമ്മൾ ഓർഡർ ചെയ്യാറുള്ളൂ. അപ്പം അങ്ങനെയാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുന്ന ഒരു സെറ്റപ്പ്. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു മിന്റ് ലൈം ഫ്രഷും പിന്നെ ഒരു പാഷൻ ഫ്രൂട്ട് മൊജിറ്റോയും. പാഷൻ ഫ്രൂട്ട് മൊജിറ്റോ ഉണ്ടായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മിന്റ് ലൈം ഫ്രഷും നല്ല ഫ്രഷ് ആയിരുന്നു. പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമുക്ക് അവർ ബില്ലൊക്കെ തന്നു. അപ്പം ബില്ലൊക്കെ നല്ല സ്പെഷ്യൽ പാക്കിങ്ങിലൊക്കെയാണ് തന്നിട്ടുള്ളത്. ഒരു കാര്യം പറയാതെ വയ്യട്ടോ, ഇവിടുത്തെ ആംബിയൻസും സർവീസും ഒരേപോലെ അടിപൊളിയാണ്.